ഒമേഗ ജെ ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒറ്റപ്പാലം ടൗൺഷിപ്പിൽ വരുന്ന ഒരു സ്ഥലത്തിൻ്റെ വിശേഷമാണ്. നമുക്ക് 5 സെൻറ്റ് സ്ഥലവും അടിപൊളി 2500 വരുന്ന സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിൽ വരുന്ന സ്ഥലത്തിൻ്റെ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഇതിൻ്റെ ഈ സ്റ്റെപ്പ് ഇവിടെ കാണാം. സൈഡിൽ കൂടി മുകളിലേക്ക് അപ്സ്റ്റേറിലേക്ക് റൂമിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഡോക്ടർമാർക്കോ വക്കീലുമാർക്കോ ഒക്കെ താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സ്ലൈഡിങ് ഡോറുണ്ട്. അതിപ്പോൾ ഒരു കാറ് കയറ്റിയിട്ടുണ്ട്. നമുക്ക് വാഹനമൊക്കെ നിർത്താൻ പറ്റിയ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ വീടാണ് ഇത്. നമുക്ക് ഇതിലൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കൊരു ഉമ്മറത്തൊരു ഫ്രണ്ട് പോർഷനിൽ വരുന്ന ഇതിൽ നമ്മുടെ ഒരു പടിപ്പുര എന്നൊക്കെ ഉള്ള രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അവർ. പിന്നെ ഇത് സെപ്പറേറ്റ് ഗേറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മുകളിലേക്ക് പോകാനുള്ളതാണ്. നമുക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. ഒരു ഓഫീസ് റൂമോ അഡ്വക്കേറ്റ്സ്മാരുടെയോ അല്ലെങ്കിൽ പിന്നെ ഡോക്ടർമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ വീടിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ബാൽക്കണിയൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോസ് ഉള്ളിലത്തെ വിശേഷങ്ങളിലേക്ക് വരാം. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ് നമ്മൾ കാണുന്നത്. ഉമ്മറം ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു സിറ്റ് ഔട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളൊരു സിറ്റ് ഔട്ട് തന്നെയാണ്. പിന്നെ നമുക്ക് ഹാളിലേക്ക് കയറുമ്പോൾ നല്ല കവനീയമായിട്ടുള്ള രീതിയിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് കാണാം. എല്ലാം വുഡൻ വർക്കിലാണ് ചെയ്തേക്കുന്നത്. ഇൻറ്റീരിയർ മാക്സിമം ഇൻറ്റീരിയറിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് താഴെ ഗ്രാനൈറ്റ് അങ്ങനെ മാർബിൾ ഒക്കെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് വെച്ച് മാത്രം ചെയ്തൊരു വീടാണ്. ഹാൻഡിൽ നമുക്ക് സ്റ്റീലിൻ്റെ ഹാൻഡിൽ മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കിച്ചൻ്റെ പോർഷനാണ്. കിച്ചണിലും അതേമാതിരി നമുക്ക് മുകളിൽ കിച്ചൺ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കാണാം സിങ്ക് കാര്യങ്ങളും മുകളിൽ കിച്ചൻ്റെ ഇതൊക്കെ കണ്ട് നമ്മൾ ഇവിടെ ചെറിയ നമുക്ക് സ്റ്റോറേജിന് ഉള്ളൊരു സ്പേസ് മുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോർ റൂമുണ്ട് നമുക്കിവിടെ. പിന്നെ നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് കിച്ചണാണ്. സെക്കൻഡ് കിച്ചണായിട്ട് നമുക്ക് പുകയില്ലാത്തൊരു അടുപ്പും കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വർക്ക് ഏരിയ ഈ പോർഷനിൽ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുഴക്കണ്ടർ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ കൊട്ടത്തളം കാര്യങ്ങൾ, പിന്നെ ഇതേമാതിരി ഇതാണ് സ്വിച്ചസ് മറ്റേതിൻ്റെ കുഴക്കിണറിൻ്റെ. ഇപ്പം നമുക്കിത് മൊത്തത്തിൽ 4 BHK വരുന്ന വീടാണ്. അപ്പം അതിൻ്റെ നമുക്ക് റൂമിൻ്റെ വിശേഷത്തിലേക്ക് കാണാം. നല്ല സ്പേസ് ഉള്ള എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമാണ്. മാക്സിമം ഇൻറ്റീരിയർ വർക്കുകളൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി നമുക്ക് പുട്ടിയിട്ടിട്ടാണ് ഫുൾ പെയിൻറ്റിങ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തേക്കുന്നത്. ഓരോ റൂമിലും വിവിധതരം കളർ കൊടുത്തിരിക്കുന്ന കബോർഡുകൾ, നമുക്ക് മൾട്ടിവുഡിലുള്ള അലമാരകളെല്ലാം ഉണ്ട്. ഷവർ, നമുക്ക് എക്സോസ്റ്റ് ഫാന്, അതേമാതിരി യൂറോപ്യൻ ക്ലോസറ്റ് എല്ലാം നമുക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള രീതിയിലുള്ള ഐറ്റംസാണ് കൊടുത്തിരിക്കുന്നത്. വുഡൻ വർക്ക് മാക്സിമം തേക്കിൽ തന്നെയാണ്, തേക്കിൻ്റെ കാതലാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഡൈനിങ് റൂമിൻ്റെ ഒരു പോർഷനാണ്. നമുക്ക് അപ്സ്റ്റെയറിൽ വിശേഷങ്ങൾ കാണാം. ഫുൾ ഗ്രാനൈറ്റിലൊക്കെയാണ് സ്റ്റെപ്സ് ഒക്കെ കൊടുത്തേക്കുന്നത്.
വുഡൻ വർക്ക് മാക്സിമം നല്ല കാതലുള്ള മരത്തിൽ മാത്രമാണ് ചെയ്തേക്കുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, വാതിലൊക്കെ നല്ല കാതലുള്ള മരം വെച്ചിട്ടുള്ള വാതിലാണ്. തേക്കിൻ്റെയാണ് മുഴുവൻ പണി ചെയ്തേക്കുന്നത്. കാതലുള്ള മരമാണ്. മുകളിൽ ഒരു ബെഡ്റൂമും പിന്നെ നമുക്കൊരു ഡോക്ടേഴ്സുമാർക്കും അതേമാതിരി വക്കീൽമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓഫീസ് രീതിയിലുള്ള റൂമാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് വീടായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 3 BHK പ്ലസ് നമുക്ക് ഇത് മറ്റേ ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് കാണിക്കാം, മറ്റേ ഒരു റൂം നമുക്ക് കാണാം. അപ്പോൾ അതിൽ നമുക്ക് നല്ല സ്പേസ് ഉള്ളതാണ്. എല്ലാ റൂംസും അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി കൂടിയതാണ്. അതേമാതിരി ടൈൽസ് എല്ലാം നല്ല അടിപൊളി ടൈൽസ്. വാഷ് ബേസിനൊക്കെ ആണെങ്കിലും എല്ലാം കോസ്റ്റ്ലി ഐറ്റംസ് വെച്ച് മാത്രം നിർമ്മിച്ചതാണ് ഈ വീട്. പിന്നെ നമുക്ക് ചുമരലമാരൊക്കെ മൾട്ടിവുഡിൽ ചെയ്തിട്ടുള്ളതാണ്. സീലിംഗ് എല്ലാ റൂമുകളിലും നമുക്ക് സീലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജിപ്സം വർക്കുകൾ, ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബെഡിൻ്റെ ഫിക്സഡ് ആയിട്ടുള്ള രീതിയിലുള്ള ബെഡിൻ്റെ സ്പേസ് ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് റൂം. ലാസ്റ്റ് റൂം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കാണിച്ചു തന്നാൽ നമുക്ക് സെപ്പറേറ്റ് ഗേറ്റോട് കൂടിയ നമുക്ക് മുകളിലേക്ക് ഒരു ഓഫീസ് റൂം ആക്കാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പോൾ നമുക്കിതിൽ മുകളിലൊക്കെ ഷെൽഫുകളുണ്ട്. അഡ്വക്കേറ്റ്സുമാർക്കൊക്കെ പിന്നെ ഡോക്ടേഴ്സുമാർ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ഉപകരിക്കുന്ന രീതിയിൽ ടൗൺഷിപ്പിൽ വരുന്നൊരു വീടും സ്ഥലമാണിത്. ഇപ്പം നമ്മളതിൻ്റെ ഓണർ ഉദ്ദേശിക്കുന്ന വില വന്നിട്ട് ഒരു CR ആണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കാണും. അപ്പോൾ എല്ലാവരും ബന്ധപ്പെടുക. നമ്മുടെ ചാനലായ ഒമേഗ വ്ളോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആരോമൽ ജെ സൈനിങ് ഓഫ്.